ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നെക്ക് ഡിസൈനിൻ്റെ ഒരു പാറ്റേൺ ആയിട്ടാണ്. ഇത് ഷോൾ മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ഷോളിൻ്റെ കളറിന് മാച്ച് ആയിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ആ വർക്കൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു മെറ്റീരിയലിലാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇത് പകുതി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമർ ഇതിനകത്ത് ഹാൻഡ് വർക്കും കൂടെ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഷേപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയലിനകത്ത് പാറ്റേൺ വരച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ വരച്ചെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാം. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ആ ഒരു റൗണ്ട് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ആ പാറ്റേൺ വരച്ചെടുക്കാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഏകദേശം നമ്മളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഏത് മോഡൽ സ്റ്റിച്ചാണ് അതിന് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ ഗ്യാപ്പെല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. സാധാരണയായിട്ട് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്താൽ എന്താ ഒരു കാര്യം എന്നുള്ളത്, ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ഒരു ലൈനിങ്ങിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇതിപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും ഉണ്ടാവും. ആ ചീത്ത ഭാഗത്ത് ത്രെഡെല്ലാം ഇങ്ങനെ പുറത്തോട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ടും കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഈ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ലീഫ് പോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും മോഡലിലൊക്കെ ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. എത്രത്തോളം നമുക്കതിനകത്തൊരു വർക്ക് വേണം, അല്ലെങ്കിൽ എത്ര വിഡ്ത്തിൽ വർക്ക് വേണം, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് വരയ്ക്കുകയാണെങ്കിൽ പോലും നമുക്കത് നന്നായിട്ട് വരയ്ക്കാനും പറ്റും. ഇപ്പം നെക്കിലോട്ടുള്ള നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡും കൂടെ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മൾ ത്രെഡൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. തയ്ക്കാനുള്ള കാര്യങ്ങളിലോട്ട് നീങ്ങാം. അതുപോലെ തന്നെ ഈ ഷോളിൻ്റെ കളറിന് മാച്ചായിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതാണ് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോണാണ് ഒട്ടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ സ്റ്റോണൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് നന്നായിട്ട് അതിനകത്ത് സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇങ്ങനെ ഓരോ പോയിന്റ് കൊടുത്ത് അടുത്ത പോയിന്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ത്രെഡ് പോലെ ഇങ്ങനെ അതിനകത്ത് ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കാണാൻ ഒരു വൃത്തിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഒരു ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടിപ്സും കൂടെ കാണിക്കുന്നത്. ഈ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു നീഡിൽ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ആ ഒരു ത്രെഡ് മാറുമ്പോഴത്തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിനുള്ള സിൽക്ക് ത്രെഡ് എടുക്കാം. അപ്പോൾ സിൽക്ക് ത്രെഡ് ഞാൻ 16 സ്ട്രാൻഡ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും എണ്ണം ത്രെഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ 2 നൂലായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഇങ്ങനെ ഒരു ചെറിയ ഒരു ബോക്സിനകത്തോ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ അത് പുറത്തോട്ടൊന്നും നീങ്ങിപ്പോവാതെ എവിടെ ഒരു ഉടക്ക് വരാതെ നമുക്ക് നന്നായിട്ട് ആ ഒരു നൂല് എടുക്കാനും പറ്റും. അപ്പം നമുക്ക് ഏറ്റവും സൗകര്യം ഇങ്ങനെ 2 ത്രെഡ് ഒരുമിച്ച് എടുക്കുന്നതായിരിക്കും. ഇനി കുറച്ച് വലിയ ഒരു ഐ ഹോളുള്ള ഒരു നീഡിലോട്ട് നമുക്ക് ആ ഒരു ത്രെഡ് ഒരുമിച്ച് എടുത്തിട്ട് ഈ ഒരു ത്രെഡ് നമുക്ക് ഇതുപോലെ 2 കൈയിലും പിടിച്ച് ഒന്ന് തിരിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വലിച്ചെടുക്കണം. അന്നേരമാണ് നമുക്ക് ഈ ഒരു
റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു റിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് പല പല ത്രെഡായിട്ടും അങ്ങനെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 2 റിങ്ങുകൾ വന്നിരിക്കുന്ന കൂട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രെഡിനെ നമ്മൾ ഒന്ന് 2 കൈയിലും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു 2 കൈയിലും പിടിക്കുന്ന ഭാഗമൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അതിന് ശേഷം ആ ഒരു സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ബീഡ് കൊടുത്തിട്ട് അതിൻ്റെ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഇളകി പോരാതിരിക്കാനും ആ ഒരു ഷേപ്പ് കറക്റ്റ് അങ്ങനെ തന്നെ നിൽക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു കട്ട് ബീഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൽ എല്ലാ സ്റ്റോണിൻ്റെയും ചുറ്റും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ബീഡ് കൊടുത്തിട്ടാണ് റിംഗ് നോട്ട് ഫ്ലവർ പിന്നീട് കൊടുക്കുന്നത്.